ചാവക്കാട് മണത്തലയിൽ കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്നയിടത്ത് വിള്ളൽ രൂപപ്പെട്ടത്. 50 മീറ്ററോളം ദൂരത്തുണ്ടായ വിള്ളൽ പാറപ്പൊടിയിട്ട് അടച്ച് അതിനു മുകളിലൂടെ ടാർ ചെയ്താണ് ദേശീയപാത അതോറിറ്റി ഏർപ്പാടാക്കിയ കരാർ കമ്പനി പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നത്. അതേസമയം സംഭവത്തിൽ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. PWD എഞ്ചിനീയർമാരും പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടുന്ന സംഘം സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്ഥലം പരിശോധിക്കും. ദേശീയപാത അതോറിറ്റിയും സംഭവത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കും. അതേസമയം ഇന്നലെ രാത്രി നടന്ന അറ്റകുറ്റപ്പണി കൊണ്ട് റോഡിന്റെ പ്രശ്നം പരിഹരിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു മഴ പെയ്താൽ ദേശീയപാതയോരത്തെ വീടുകളിൽ ദുരിതമാണ്. തെക്കുന്നും വടക്കുന്നും പിന്നെ മേലെന്നും ഈ ഹോളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വെള്ളം ഡംപ് ചെയ്യാണ്. വെള്ളം അങ്ങനെ നിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വാഹനങ്ങൾ പോകുമ്പോൾ തിര അടിക്കണ പോലെയാണ് വീട്ടിലേക്ക് വരുന്നത്. ഞാൻ 4 മണി വരെയൊക്കെ ഇവിടെ ഇരിക്കുക ഉറങ്ങാതെ. നമ്മളിത് അനുഭവിച്ചിട്ട് ആദ്യമായിട്ടല്ല ഇത് അനുഭവിക്കുന്നത്. അപ്പം നമുക്കിത് ഭയങ്കര ടെൻഷനല്ല. ഉറങ്ങിയിട്ട് 4 ദിവസമായി എന്ന് പറഞ്ഞാൽ മതി. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ മണത്തലയിലുള്ള മേൽപ്പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. നേരത്തെ തന്നെ ഈ ഭാഗത്ത് വീടുകളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ദേശീയപാതാ നിർമ്മാണത്തിൽ കൃത്യമായ മേൽനോട്ട ചുമതല ആരും വഹിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം. ഉദ്യോഗസ്ഥർ പരസ്പരം പഴിചാരി തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.